പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ മാസം 26-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിക്കും എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, ആ പാപത്തിന്റെ കുഴിയിൽ നിന്നും വിളിച്ചത് നന്മയുടെ പൂർത്തീകരണത്തിലേക്കാണ്. അത് വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയണം. ഞാനും നിങ്ങൾ വായിച്ചു കേട്ട വാക്യത്തിന്റെ ആഴമെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനിലൂടെ ആ ദൈവത്തിന്റെ ആ നേച്ചറിനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. എന്നെയും നിങ്ങളെ വിളിച്ച ദൈവം ആരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ആ ദൈവം എങ്ങനെയാണ് അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഭയവും നമ്മുടെ ഭാരവും എല്ലാം മാറിപ്പോകും. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. ആ പോകുന്ന യാത്രയിൽ അവർക്ക് വിരോധമായി വലിയ ചുഴലിക്കാറ്റ് വീശി, അവർക്ക് വിരോധമായി ഇതാ തിരമാലകൾ അവരെ മുക്കുമാർ അവരെ പടകിൽ തള്ളിക്കയറിയാണ്. പക്ഷേ ഇതിനൊന്നിനും അവരെ അവസാനിപ്പിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിളിച്ചവൻ്റെ വിശ്വസ്തതയാണ് വലിപ്പമായി അവിടെ വെളിപ്പെട്ടത്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, വിളിച്ചവൻ ആരാണെന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ അവിടെയാണ് വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നമ്മുടെ ദൈവം നമ്മെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. യേശുവിൻ്റെ വിലയുള്ള രക്തത്തിൽ എന്നെ വീണ്ടെടുത്തു എന്ന ബോധ്യമുള്ളവർ ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. നമ്മൾ ദൈവത്തിൻ്റെ ആ സ്വഭാവം ഒന്ന് ചിന്തിക്കുകയാണ്. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ദൈവത്തിന് മാറ്റമില്ല പ്രിയരെ, അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അവൻ ഓവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവെന്ന് തന്നെയാണ്. പഴയ നിയമത്തിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിപ്പുകളെ പൂർത്തീകരിക്കുന്നത് കാണാൻ പറ്റും. അറിയാം, അത് പൂർത്തീകരിച്ചിട്ട് മാത്രമാണ് യേശു കർത്താവ് സ്വസ്ഥനായെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സകല ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. 2-ാമത്തെ വാക്യം, താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ സകലതും തികഞ്ഞു എന്നുള്ളത് 1-ാമത്തെ വാക്യത്തിനകത്ത് കാണുകയാണ്. 2-ാമത്തത്, താൻ ചെയ്ത സകല പ്രവൃത്തിയൊക്കെയും പൂർത്തീകരിച്ച ശേഷം 7-ാമത്തെ ദിവസം നിവർത്തനായി എന്നുള്ളത് കാണാൻ കഴിയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. എൻ്റെ യേശു എന്തെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പൂർത്തി വരുത്താതെ അവൻ മാറത്തില്ല. ഇത്രയും കാര്യങ്ങൾ ആഴമായി നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ കാരണം, ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പലരും ഇന്ന് എവിടേക്കോ സ്റ്റക്കായതുപോലെ, ഇനി മുമ്പിലോട്ടൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുമ്പോൾ, ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ദൈവം വിളിച്ചിട്ടിറങ്ങിയതാണെങ്കിൽ, ദൈവത്തെ കണ്ടിട്ടിറങ്ങിയതാണെങ്കിൽ എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ദൈവികമായ ഒരു ആഴം നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ
റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ബോവസിനെ വീണ്ടെടുപ്പുകാരനായിട്ടാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാം. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കുന്നത് വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതാ റൂത്തിന്റെ അമ്മായിയമ്മയായ നവോമി റൂത്തിനോട് പറയാണ്, ഈ കാര്യം എന്താകുന്നു എന്ന് അറിയുന്നവരെ നീ അനങ്ങാതിരിക്കുക. ബോവസ് ഈ കാര്യം ഇന്ന് തീർക്കുന്നതുവരെയും സ്വസ്ഥനായിരിക്കത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന്റെ കയ്യിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ ഏൽപ്പിച്ചാൽ അവൻ അത് പൂർത്തീകരിക്കുമെന്നുള്ള ബോധ്യമാണ് പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ ഏത് വിഷയത്തിനകത്താണോ ഈ പ്രഭാതത്തിൽ ഭാരപ്പെടുന്നത്? ഒരുപക്ഷെ നിങ്ങൾ കുടുംബപരമായിട്ടായിരിക്കാം, ജോലിപരമായിട്ടായിരിക്കാം, സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ രോഗത്തിൻ്റെ അനുഭവത്തിലായിരിക്കും. ഏത് വിഷയത്തിനകത്താണ് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിലും ദൈവത്തിൻ്റെ കരത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുമെങ്കിൽ ദൈവം അതിനെ പൂർത്തീകരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ഈ അനുഭവത്തിൽ തന്നെ നിന്നുകൊണ്ട് പറയുകയാണ്, മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. 5 അപ്പവും 2 മീനുമായിട്ട് വരുന്ന ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾക്കിത് അസാധ്യമാണ്. പക്ഷേ കർത്താവ് പറയാണ്, അത് എൻ്റെ കയ്യിൽ കൊണ്ടുപോവാ, ഞാനതിനെ പൂർത്തീകരിക്കും. കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ 12 കൊട്ട ശേഷിപ്പിക്കുന്നത് കാണുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, എനിക്ക് നിങ്ങൾക്കും അസാധ്യമെന്ന് തോന്നുന്നതിനെ വിളിച്ചവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അവനത് അത്ഭുതകരമായി പൂർത്തീകരിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പഴയ നിയമം ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി, സൃഷ്ടിപ്പിനെ പൂർത്തീകരിച്ച ദൈവം എന്താണോ താൻ തുടങ്ങിയത് അത് പൂർത്തീകരിച്ചതായി കാണുകയാണ്. ആ പൂർത്തീകരണത്തിൻ്റെ ആരംഭം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഭൂമി പാഴും ശൂന്യവും ആഴത്തിനും ഇരുളുമായിരുന്നു എന്ന് പറയാൻ ഷേപ്പ്ലെസ് ആയിരുന്നു. ആ ഷേപ്പ്ലെസ് ആയ ഭൂമിയെ ഏതൻ പറുദീസയാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ വീട് വയ്ക്കാൻ തക്കവണ്ണം ഒരുങ്ങിയൊരു ഭൂമിയാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. ഇതേപോലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ വിളിച്ച ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ ഇന്നത്തെ അനുഭവത്തിൽ എന്താകുമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളെ ആരാക്കണമെന്ന് കരുതിക്കൊണ്ടാണ് അവൻ വിളിച്ചിരിക്കുന്നത്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, നിങ്ങൾ ഒരു ഉയർന്ന തലം കാണാൻ പോവുകയാണ്. അപ്പോൾ പഴയ നിയമം മുഴുവൻ നോക്കിയാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന്, അസാധ്യതയിൽ നിന്ന് എൻ്റെ ദൈവം സൃഷ്ടിപ്പിനെ പൂർത്തീകരിച്ചതായി കാണുകയാണ്. അതേ നിലയിൽ തന്നെ പുതിയ നിയമത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. പുതിയ നിയമത്തിലേക്ക് എൻ്റെ യേശു കർത്താവ് ഇറങ്ങി വരുന്നത് മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണമായിരുന്നു തൻ്റെ ദർശനം. അത് തികയ്ക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ ആഗ്രഹം. നമുക്കൊരുമിച്ച് ചേർന്നുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിലേക്ക് വരാം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ഈ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ശിഷ്യന്മാർ ആഹാരവും ശേഖരിച്ച് മടങ്ങി വരികയാണ്. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പറ, അയച്ചവൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുക. നിന്നെ വിളിച്ചവന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ പ്രവൃത്തി ഇതാ തികഞ്ഞു വരാൻ പോവുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങൾ നടക്കാൻ പോവുകയാണ്. എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടാതെ ദൈവസന്നിധിയിൽ വീണ്ടും ഏൽപ്പിച്ചു കൊടുത്തോട്ട് പറ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, കൈവിടത്തില്ല, അവൻ നിശ്ചയമായും ആ നന്മകളെ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത് അത് അത്യുത്തമമെന്നാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹിസ് വർക്ക് ഈസ് പെർഫെക്റ്റ് എന്നാണ്. ഹല്ലേലൂയ. അതിനെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ വിളിച്ചു പറയാം. മനുഷ്യന് അസാധ്യമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാനാവിലെ കല്യാണ വീട്ടിൽ അവൻ പച്ചവെള്ളം കൊണ്ട് വീഞ്ഞിനെ ഉണ്ടാക്കുകയാണ്. ഇതാ അവിടുത്തെ വിരുന്നുവാഴി പറയുകയാണ്, എൻ്റെ ലൈഫിൽ ഇത്രയും ഗുണവും മേന്മയുള്ള ഒരു വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്നും നിങ്ങളൊന്നും ആയില്ലെന്ന് പറയുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വണ്ടർഫുള്ളായി, ഏറ്റവും മനോഹരമായി അവൻ ആ പ്രവൃത്തിയെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ആ വിഷയത്തെ സാധിപ്പിച്ചു തരാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വസിക്ക്. ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇപ്പോൾ നിങ്ങളുടെ മേലേക്ക് റിലീസാകുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്കൊരുമിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇതാ യേശു കർത്താവ് പറയുകയാണ്, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണോ ആ വിഷയത്തിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്, നീ എന്നെ അയച്ച പ്രവൃത്തിയെ ഞാൻ തികച്ചിരിക്കുകയാണ്. ഈ ഭാഗമാണ് മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ളത് ആഴം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ആഴത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു.
ഇത് പൂർത്തീകരണത്തിൻ്റെ അവസാന മിനിറ്റുകളാണ് കാണുന്നത്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം സകലത് നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വാസ്തവമായും ക്രൂശീകരണത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് ജാതികളോ ലോകക്കാരോ പാരമ്പര്യക്കാരോ നോക്കുമ്പോൾ യേശു 3 ആണികളിൽ പിടഞ്ഞതാണ് കാണുന്നത്. എന്നാൽ അവൻ ഏൽപ്പിച്ചു കൊടുക്കാത്തിടത്തോളം കാലം ഒരു പീലാത്തോസിനോ ഹല്ലേലൂയ ക്രൂശിക്കുക എന്ന് വിളിച്ച ഒരു പടയാളികൾക്കോ അവിടെ നിൽക്കുന്ന ഒരു പുരുഷാരത്തിനോ കയ്യഫാവിനോ ഒന്നും അവനെ ക്രൂശിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ യേശു ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആ ക്രൂശീകരണത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവമഹത്വം ഒരിടത്ത് വെളിപ്പെടുന്നത് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. ആ കടന്നു പോകുന്ന പ്രതികൂലത്തിൽ, ആ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ഇനി എങ്ങനെയെന്നുള്ള ചോദ്യത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. ഏൽപ്പിച്ചു കൊടുക്കുക. ഏൽപ്പിച്ചു കൊടുക്കുന്നതിനകത്ത് ദൈവം വലിയ മഹത്വത്തെ വെച്ചിരിക്കുകയാണ്. ഇതാ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 3-ാമത്തെ ദിവസം അത് ഉയർപ്പിൻ്റെ ശക്തിയായി വെളിപ്പെട്ടു വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നിങ്ങളും ഉയർത്തെഴുന്നേറ്റ് കഴിയും. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് ഇച്ചിരി ആഴമായിട്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെടത്തില്ല, നിങ്ങൾ നശിച്ചു പോകത്തില്ല. നിങ്ങളെ എത്തിക്കേണ്ടിടത്തേക്ക് അവൻ എത്തിക്കും. നിങ്ങളൊരു അത്ഭുതമാകാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടച്ച് നമുക്ക് ഒരുമിച്ച് ഏൽപ്പിക്കാം. പ്രിയരെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിനകത്തും അങ്ങ് ഞങ്ങൾ കാണുന്നതിനേക്കാൾ വലിയ വഴികൾ കണ്ടിരിക്കുന്നതിനായി, അത്ഭുതകരമായ ഞങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുന്നതിനായി ഞാൻ വിശ്വസിക്കുന്നു. ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതം അങ്ങ് ഞങ്ങളെ വിളിച്ചത് നന്മയ്ക്കായിട്ടാണ്. അങ്ങ് ഞങ്ങളെ വിളിച്ചത് അങ്ങയുടെ മഹത്വത്തിനാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏൽപ്പിച്ചു തരുന്നപ്പാ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും കൂടി വരികയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.